ഹായ് ഗൈസ്. എൻ്റെ പേര് അശ്വിൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനായിട്ടാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ മിക്കവരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും, ഇൻക്ലൂഡിങ് മീ. അതിന് ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായിരിക്കാം നമുക്കൊരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ ദോശ, പുട്ട് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ്. അതിൻ്റെ കറി എടുക്കുകയാണെങ്കിൽ പോലും കുറച്ച് ഇപ്പോൾ കടലക്കറി അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോട്ടീൻ കിട്ടും. പക്ഷേ സ്റ്റിൽ നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ എന്നും കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് മോർണിംഗിൽ നമ്മളെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ഓക്കെ, എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇഫ് വി ക്യാൻ ഇൻക്ലൂഡ് ഗുഡ് ഫാറ്റ്സ്, പ്രോട്ടീൻസ്, പിന്നെ കുറച്ച് വൈറ്റമിൻസ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ വിചാരിച്ചു വൈ നോട്ട് സ്റ്റാർട്ട് മൈ ഓൺ ബ്രാൻഡ്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി ടൈലർ ചെയ്ത് കുറച്ച് റെസിപ്പീസ് എടുത്ത് ഉണ്ടാക്കിയൊരു സാധനമുണ്ട്. ഇറ്റ്സ് എ ഗ്രനോള ബൗൾ. ഇതാണ് സംഭവം. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്തായാലും ഹെൽത്തി ആയിരിക്കണമല്ലോ. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേസാണെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ രാവിലെ ഓട്സ് വേണം. നമുക്ക് ഒരു കാർബോഹൈഡ്രേറ്റ്സിൻ്റെ സോഴ്സ് ആയിട്ട് ഓട്സ് വേണം. പിന്നെ അതിൽ നിന്ന് നല്ല ഫൈബർ കിട്ടും. പക്ഷേ ജസ്റ്റ് ഓട്സ് മാത്രം കഴിച്ചാൽ നമുക്ക് വേണ്ട എല്ലാം ആവത്തില്ല. അതുമല്ല, ഞാനിപ്പോൾ വേറെ ബ്രാൻഡ്സിൻ്റെ നിന്ന് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊക്കെ ഈ വെജിറ്റബിൾ ഓയിൽസ് ആഡ് ചെയ്തേക്കുന്നു എന്ന് കാണിക്കും. പക്ഷേ എന്താ ആഡ് ചെയ്തേക്കുന്നതെന്ന് മിക്ക ബ്രാൻഡ്സും പുറത്ത് പറയുന്നില്ല. ജസ്റ്റ് അങ്ങനെ ഒരു നെയ്മേ കാണിക്കുന്നുള്ളൂ. പിന്നെ ആഡഡ് ഷുഗർ കാണും. പിന്നെ ഈ പംകിൻ സീഡ്സും ആൽമണ്ട്സും കാഷ്യൂസും ഇതൊക്കെ ഉണ്ടെന്ന് കാണിക്കും. പക്ഷേ സ്റ്റിൽ അത് 2 or 3% ആയിരിക്കും. അതുകൊണ്ട് എന്താവാനാ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കൊരു ബ്രാൻഡ് തുടങ്ങിക്കൂടാ, വിത്ത് ഓൾ ദ ഗുഡ്നെസ് ഓഫ് ഓട്സ്, നട്ട്സ് ആൻഡ് ദെൻ ഫ്രൂട്ട്സ്. ഇവിടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, അതായത് ഫ്രീസ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. അപ്പോൾ അങ്ങനെ കുറേ ട്രയൽ ആൻഡ് എറർ പല ബ്രാൻഡ്സിൻ്റെ നിന്ന് വാങ്ങി ട്രൈ ചെയ്ത് എനിക്ക് ആക്ച്വലി ഒന്നും അത്ര ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് വയറ് നിറയ്ക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ സ്റ്റിൽ എൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സാധനം ഹെൽത്തി ആയിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ഞാൻ ഒരു ദിവസം റിസർച്ച് ചെയ്തു എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഗ്രനോള ഒരു ഓപ്ഷനാണ്, ഗുഡ് ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രനോള കൺസിഡർ ചെയ്യാം. അതിൽ ഓട്സ് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ പംകിൻ സീഡ്സും ഇതൊക്കെ ആഡ് ചെയ്യാം ഫോർ എക്സ്ട്രാ ഫൈബർ ആൻഡ് എക്സ്ട്രാ പ്രോട്ടീൻ. അപ്പോൾ ഇതിനു വേണ്ടി ഇതൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത്ര ആഡ് ചെയ്തു എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന എന്തുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് ഡെയിലി മോർണിംഗ് നമ്മൾ ഫ്രൂട്ട്സൊക്കെ പുറത്തുനിന്ന് വാങ്ങി കട്ട് ചെയ്ത് അത് ബൗളിലിട്ട് കഴിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ലൈക്ക് ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും കുറച്ച് പാടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഫ്രൂട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രനോള ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു ബ്രാൻഡ് തുടങ്ങിയത്. ഞാനിപ്പോൾ ഡെയിലി എൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് കഴിക്കുന്നത്. ബിക്കോസ് എൻ്റെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ വരും. കാരണം ഞാൻ ഡെയിലി വേണ്ട ഫൈബർ എൻ്റെ ബോഡിയിൽ കിട്ടുന്നുണ്ട്, വേണ്ട ഹെൽത്തി ഫാറ്റ്സ് കിട്ടുന്നുണ്ട്, കുറച്ച് വൈറ്റമിൻസ് കിട്ടുന്നുണ്ട്, ഞാൻ സപ്ലിമെൻറ്റേഷനും എടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഫ്രം ദ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സാധനമാണ് ഇത് കഴിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ റോൾഡ് ഓട്സ് വരുന്നുണ്ട്, പിന്നെ ആൽമണ്ട്സ്, കാഷ്യൂസ്, പംകിൻ സീഡ്സ്, പിന്നെ അത് കൂടാതെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, പിന്നെ പോമഗ്രാനേറ്റ്. ഇത്രയും ഫ്രൂട്ട്സും ഇത്രയും നട്ട്സും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഫൈബറും, ഇതുകൊണ്ട് എന്തുകൊണ്ടും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരിക്കും. ബിസി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ഓൺ ദ ഗോ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റാണ്. ജസ്റ്റ് എടുക്കുക, പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുക, മിൽക്ക് ഓർ എനിത്തിങ് ഓഫ് യുവർ പ്രിഫറൻസ് അതിൽ തട്ടുക, കുടിക്കുക ഓർ കഴിക്കുക. ദാറ്റ്സ് ഇറ്റ്. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുത്തിട്ടുണ്ട്. സോ അവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഇതിന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൽ മാംഗോ ആഡ് ചെയ്യുന്നുണ്ട്, സ്ട്രോബെറി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഫ്രൂട്ടിനും പല ഒരു ടേസ്റ്റ് അല്ലേ. ലൈക്ക് സ്ട്രോബെറി കുറച്ചൊരു സോർ എൻഡ് ഓഫ് ദ ടേസ്റ്റ് ആണ്, പിന്നെ മാംഗോ ആണെങ്കിൽ കുറച്ച് സ്വീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ബൈറ്റിലും ഓരോ സ്പൂൺഫുൾ കഴിക്കുമ്പോഴും നമുക്ക് പല പല ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ദ പ്രോഡക്റ്റ്. സോ എൻ്റെ ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഞാൻ അതിന് ഓരോ മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേ ബൈ ഡേ അത് അക്കംപ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഈ ജേണിയിൽ ഒരു പാർട്ട് ആവണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുള്ളായിരിക്കും. ലൈക്ക് നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ പാർട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ബിക്കോസ് എനിക്കിനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് വരുന്നത് എനിക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കണം. സോ ഇതെന്തായാലും ആർക്കെങ്കിലും ഉപയോഗപ്പെടും. അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ പാക്കേജിങ്, ഇതിൻ്റെ പൗച്ചസൊക്കെ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പൗച്ചസൊക്കെ ഞാൻ കുറച്ച് സാമ്പിൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ചില പാക്കറ്റ്സിൻ്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അവർക്ക് ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. സോ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഓഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകണം, പക്ഷേ അതിന് മുന്നേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ, നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ യു ക്യാൻ ഗെറ്റ് ഔട്ട് ദെയർ. ബിക്കോസ് ഞാൻ പല ബ്രാൻഡ്സിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഞാൻ പല പേര് പറയുന്നില്ല, പല വലിയ വലിയ ബ്രാൻഡ്സിൽ നിന്ന് ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. സോ എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഹെൽത്തി ആണോ അത് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് നമ്മൾ അതിൻ്റെ പാക്കറ്റ്സിൽ ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കിയാൽ മിക്കതിലും ആഡഡ് ഷുഗർ കാണും, വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ കാണിച്ചിരിക്കും. പക്ഷേ ഒരു ബ്രാൻഡും ഫുള്ളി ട്രാൻസ്പെറൻ്റ് അല്ല. സോ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം ട്രാൻസ്പാരൻസി ടു എവ്രി വൺ. സോ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നോക്കുവാണെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദ ഫസ്റ്റ് ബൗൾ. സോ ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പതുക്കെ ഓരോ റീൽസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വൺ ഡേ യു വിൽ ബി ഏബിൾ ടു ബൈ ദ ഫസ്റ്റ് ബൗൾ ഫ്രം അവർ വെബ്സൈറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.